എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ചെറുകിട വ്യാപാരികൾ അല്ലെങ്കിൽ ചെറുകിട ഓഹരി നിക്ഷേപകർ IPOയിൽ നിക്ഷേപിക്കരുത് എന്നാണ് സെബി മേധാവി പറയുന്നത്. എന്താണ് സെബി മേധാവി പറഞ്ഞത്? അതിൻ്റെ ഡീറ്റെയിൽ നമുക്കൊന്ന് നോക്കാം. ചെറുകിട ഓഹരി വ്യാപാരികൾ IPOയിൽ നിക്ഷേപിക്കാതിരിക്കും നല്ലതെന്ന് സെബി ചെയർപേഴ്സൺ മാധബി പുരിബുച്ച് പറയുന്നു. വർഷങ്ങൾ കയ്യിൽ വയ്ക്കാനുള്ള ഓഹരിയാണെങ്കിൽ കുഴപ്പമില്ല എന്നാണ് അവർ പറയുന്നത്. അതായത് പെട്ടെന്ന് വ്യാപാരം ചെയ്ത് പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള താല്പര്യത്തെ IPOകളിൽ നിക്ഷേപിക്കരുതെന്നാണ് പറയുന്നത്. പല വൻകിട നിക്ഷേപകരും നിക്ഷേപം പിൻവലിക്കാനുള്ള ലോക്കിൻ കാലാവധിക്ക് ശേഷം പെട്ടെന്ന് പിൻവലിക്കുമ്പോൾ ചെറുകിട വ്യാപാരികൾക്ക് അത് നഷ്ടമാണ് ഉണ്ടാക്കുക. അതായത് ഏതെങ്കിലും വൻകിട നിക്ഷേപകർ ഏതെങ്കിലും ഒരു ഓഹരി നിക്ഷേപിച്ചാൽ അവർക്ക് ലോക്കിൻ പീരീഡ് ഉണ്ടാവും. ആ പീരീഡിന് ശേഷം അവർ അത് പിൻവലിക്കും. ഇപ്പോൾ സൊമാറ്റോ അല്ലെങ്കിൽ നൈക്ക അതിലൊക്കെ അത് സംഭവിച്ചു. അപ്പോൾ ആ സമയത്ത് അത് പെട്ടെന്ന് ഇടിവ് സംഭവിക്കും. പക്ഷേ നമുക്ക് ആ സമയത്ത് അത് പിന്നെ തിരിച്ചു കയറാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതുകൂടാതെ പല IPOകളും വരുന്നത് നമുക്കറിയാം. ഫണ്ടമെൻ്റൽ വ്യൂ വെച്ചിട്ട് അതിൻ്റെ വാല്യൂസ് നമ്മൾ IPOയിൽ കൊടുക്കുന്ന വില ചിലപ്പോൾ വളരെ ഉയർന്ന വിലകൾ ആയിരിക്കാം. നമുക്കതിൻ്റെ വാല്യുവേഷൻ ശരിക്കും ചെറുകിട നിക്ഷേപകർക്ക് അറിയില്ല. എങ്ങനെയാണ് ആ കമ്പനിയുടെ ഫണ്ടമെൻ്റൽ വെച്ചിട്ട് അതിപ്പോൾ ഒരു വാല്യൂ ഉണ്ടാവുമല്ലോ, ആ വാല്യൂ യഥാർത്ഥത്തിലുള്ള വാല്യൂ ആണോ അല്ലെങ്കിൽ കൂടി നിൽക്കുന്നതാണോ എന്നുള്ളത് അറിയപ്പെടാനായിട്ട് ചെറുകിട നിക്ഷേപകർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അത് ആ ചെറുകിട നിക്ഷേപകരുടെ ഒരു പോരായ്മയാണ്. അതിന് IPOയിൽ നിക്ഷേപിക്കുന്നതിന് പകരം അവർ പറയപ്പെടുന്നത്, സെബി ചെയർപേഴ്സൺ പറയുന്നത് ഓഹരികൾ നിക്ഷേപിക്കാനാണ് പറയുന്നത്. നിങ്ങൾ ഓഹരികൾ നിക്ഷേപിച്ചോളൂ, പക്ഷേ IPOയിൽ നിക്ഷേപിക്കുമ്പോൾ വ്യക്തമായിട്ട് അറിയാതെ നിക്ഷേപിക്കരുത് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് നമ്മളെ കണ്ണീര് കുടിപ്പിച്ച കുറച്ച് ഓഹരികളെ പേടിഎം, സൊമാറ്റോ, നൈക്ക. പേടിഎം എടുക്കുക, നോട്ട് നിരോധനത്തിന് ശേഷം പെട്ടെന്ന് ആണ് പേടിഎം ഒരു വളർച്ച ഉണ്ടായത്. പിന്നെ നമ്മളെ ആകർഷിച്ച വാറൻ ബഫറ്റ് പോലും നിക്ഷേപിച്ച ഒരു കമ്പനിയാണ്. അപ്പോൾ ഇതിലേക്ക് വളരെ രീതിയിൽ ഇതിൽ നിക്ഷേപകർ ഒരു തള്ളിക്കയറ്റം ഉണ്ടായിരുന്നു. പക്ഷേ IPO വന്നിട്ട് 50% ഒരു പകുതി കുറവായിട്ടാണ് അത് ട്രേഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് ഇപ്പോഴും. കണ്ട പേടിഎമ്മിൻ്റെ ചാർട്ട് നോക്കിയാൽ ഇപ്പോഴും അത് ഡൗണിലേക്ക് തന്നെ, ഇതേവരെ പൊന്തിയിട്ടില്ല. പേടിഎം ലിസ്റ്റ് ചെയ്തതാണ് താഴേക്കാണ് പേടിഎമ്മിൻ്റെ ചാർട്ട്. അതുപോലെ തന്നെയാണ് മറ്റു പല കമ്പനികളും. സൊമാറ്റോ നമ്മൾ നോക്കിയാലാണ് 125 രൂപയ്ക്കാണ് ലിസ്റ്റ് ചെയ്തത്. ഈ സമയത്ത് ലിസ്റ്റ് ചെയ്തിട്ട് അത് കുറേ കണ്ണീര് കുടിപ്പിച്ചു. ഇപ്പോൾ ആ റേറ്റ് വരെ എത്തിയിട്ടുള്ളൂ സൊമാറ്റോ. മറ്റൊരു ചെറുകിടക്കാർക്ക് പണി കിട്ടിയ മറ്റൊരു ഓഹരിയുടെ നൈക്ക ഉണ്ടല്ലോ, ഇവിടെ ലിസ്റ്റ് ചെയ്തു. നേരെ ഇപ്പോഴും അതിൻ്റെ പകുതിയിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ട. അപ്പോൾ ഇതൊക്കെയാണ് പറയപ്പെടുന്നത്. ചെറുകിട നിക്ഷേപകർ സൂക്ഷിച്ച് മാത്രം. ലാഭം കിട്ടിയ ഓഹരികളുണ്ടാകും, പക്ഷേ ഇതുപോലെ ഉള്ള ചില ഓഹരികൾ നമ്മൾ കോലാഹലത്തോടു കൂടി വരുന്ന നമ്മൾ ആകർഷിക്കപ്പെടുന്ന ഓഹരികൾ നിക്ഷേപിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നിക്ഷേപിക്കണം എന്നാണ് സെബി ചെയർമാൻ നമുക്ക് ഒരു വാർണിംഗ് തരുന്നത്. അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.